Hello guys, welcome back. This is my second video. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സജഷൻ കിട്ടിയായിരുന്നു. അതിലൊന്ന് ഫോൺ ലാൻഡ്സ്കേപ്പിൽ വെക്കാനായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് തിങ് വാസ് ഞാൻ അന്ന് ഓൾറെഡി പ്രോബ്ലം ചെയ്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഏജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ട്രെയിനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യൻസും കേരള PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കാറുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ആൻഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 25 men can do a work in 35 days. Find the number of days in which 7 men can complete the same work. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് മെന്നും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം വർക്ക് 7 മെന്നിന് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്. വർക്ക് ഈക്വൽ ടു നമ്പർ ഓഫ് മെൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. വർക്ക് ഈക്വൽ ടു നമ്പർ ഓഫ് മെൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ ഒരു ദിവസം ഇത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 9 hours വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഇൻറ്റു ആ അവറും കൂടി ഇൻറ്റു ചെയ്ത് കൊടുക്കുക വർക്ക് കാണാൻ. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് മെൻ ഡേയ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മെൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കണേ 25 മെന്നും 35 ഡേയ്സ് ആണ്. അപ്പോൾ വർക്ക് ഈക്വൽ ടു 25 ഇൻറ്റു 35. അതേ സെയിം വർക്ക് 7 മെന്നിന് എത്ര ദിവസം എടുത്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെയിം വർക്ക് ആയതുകൊണ്ട് W തന്നെ നമ്പർ ഓഫ് മെൻ 7 ആയിരിക്കും. ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ വർക്ക് രണ്ടും സെയിം ആണ്. അപ്പോൾ LHS സെയിം ആയതുകൊണ്ട് RHSും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് 25 ഇൻറ്റു 35 ഈക്വൽ ടു 7 ഇൻറ്റു എക്സ് എന്നിട്ട് കൊടുക്കുക. ഇത് സെയിം വർക്ക് ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 7 ആവും. ഈ ഇൻറ്റു 7 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആവും. അപ്പോൾ 25 ഇൻറ്റു 5 125 ആൻസർ വരും. 125 ഡേയ്സ് ആണ് ആൻസർ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്തത്. ശരിക്കും നമുക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലോട്ട് പോവാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 25 men 35 ഡേയ്സ്, മെന്നിൻ്റെ എണ്ണവും ഡേയ്സും കൂടി ഇൻറ്റു ചെയ്യുക ഈക്വൽ ടു അടുത്ത ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ഡേയ്സ് അറിയത്തില്ല, എക്സ് ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 years before father's age was 7 times of son's age. Now father's age is 5 times that of son's age. Find present age of son. അപ്പോൾ ഇതിൽ നമുക്ക് പ്രസൻറ്റിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 5 times that of സൺസ് ഏജ് ആണ്. അപ്പോൾ സൺസ് ഏജ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഫാദേഴ്സ് ഏജ് വിൽ ബി 5x ആയിരിക്കും. 5 times ഓഫ് സൺസ് ഏജ് എന്നല്ല പറയുക. അപ്പോൾ സൺസ് ഏജ് എക്സ് ആക്കി എടുത്താൽ ഫാദേഴ്സ് ഏജ് 5 ഇൻറ്റു എക്സ് 5x ആയിരിക്കും. ഇനി 3 years ബിഫോർ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ 3 years ബിഫോർ ഇത് ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് ആണ്. അപ്പോൾ പ്രസൻറ്റ് ഏജ് 5x ആണ്. അപ്പോൾ 3 years ബിഫോർ ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഏജിൽ നിന്ന് -3 ആയിരിക്കുമല്ലോ. 3 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഏജിൽ നിന്ന് 3 കുറച്ചാൽ അപ്പോഴത്തെ ഏജ് കിട്ടും. അത് എന്ന് പറയുന്നത് 7 times ഓഫ് സൺസ് ഏജ് ആണ്. അപ്പോൾ 7 times സൺസ് ഏജ്, സണ്ണിൻ്റെ പെർസെൻറ്റേജ് എക്സ് ആണ്. അപ്പോൾ 3 വർഷം മുമ്പ് x -3 ആയിരുന്നിരിക്കും. അപ്പോൾ 7 ഇൻറ്റു എക്സ് -3 ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, 7x -21 വരും. സോൾവ് ചെയ്യുമ്പോൾ -3 ഈ പ്ലസ് -21 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +21 ആവും. 5xന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ -5x ആവും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 18 2x. സോ x ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 9 years. നമ്മളോട് ചോദിച്ചേക്കുന്നത് സണ്ണിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ സണ്ണിൻ്റെ പെർസെൻറ്റേജ് എക്സ് ആയിരുന്നു. സോ x ഈക്വൽ ടു 9 years. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സൺ വിൽ ബി 9. അപ്പോൾ സണ്ണിൻ്റെ ഏജ് നമ്മൾ എക്സ് ആക്കി എടുത്തു. ഫാദറിൻ്റെ ഏജ് 5 times ഓഫ് ദാറ്റ് ഓഫ് സൺസ് ഏജ് എന്ന് പറഞ്ഞുകൊണ്ട് 5x എടുത്തു. പിന്നെ 3 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞേക്കുന്നതുകൊണ്ട് 5x - 3
ഈക്വൽ ടു 7 ഇൻറ്റു 3 വർഷം മുമ്പ് സണ്ണിൻ്റെ ഏജ് x-3 ആയിരിക്കും. ഇപ്പം x-3 ഇത് ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതാണ്. പക്ഷെ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഫോമുലയൊക്കെ ഓർത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. 3 years ബിഫോറുള്ള കാര്യമല്ല പറഞ്ഞേക്കണം. ഇപ്പം 3 വർഷം മുമ്പുള്ള കാര്യം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം, അങ്ങനെ ഏതെങ്കിലും മുമ്പുള്ള കാര്യം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇയർ ആദ്യം എഴുതുക. അപ്പോൾ ഇതിൽ 3 ആണ് ഇൻറ്റു ആ 3 വർഷം മുമ്പ് എത്ര മടങ്ങായിരുന്നു എന്ന് ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കി. ഇതിലിപ്പോൾ 7 ടൈംസ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 3 ഇൻറ്റു 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 7 മൈനസ് ഇപ്പോഴത്തെ കാര്യം 5 ടൈംസ് എന്നല്ല പറഞ്ഞേക്കണം. അപ്പോൾ 7 മൈനസ് 5 ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 7 മൈനസ് 1 6 6 ഇൻറ്റു 3 18 ഡിവൈഡഡ് ബൈ 2 9 തന്നെ കിട്ടും. സിമ്പിളായിട്ട് കിട്ടും. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ. എത്ര വർഷം മുമ്പുള്ള കാര്യം അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണോ പറഞ്ഞേക്കുന്നത് ആ ഇയർ ആദ്യം എഴുതുക. ആ കറസ്പോണ്ടിങ് ഇയറിൽ എത്ര ടൈംസ് ആയിരുന്നു അല്ലെ എത്ര മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ഇവിടെ 7 ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് 7 മൈനസ് 1 എപ്പോഴും ഉള്ളതാണ്. 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആ സെയിം 7 മൈനസ് ഇപ്പോഴത്തെ എത്ര മടങ്ങായിട്ടുണ്ട്. അപ്പോൾ 7 മൈനസ് 5 സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ കഴിവുള്ളവരാണ് ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ ഇക്വേഷൻ പെട്ടെന്ന് ഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുക. സോ നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രെയിനിൻ്റെ ആണ്. ട്രെയിനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എ ട്രെയിൻ റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 72 km/h ക്രോസസ് എ പോൾ ഇൻ 26 seconds. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ട്രെയിൻ. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തത് ഒരു പ്ലാറ്റ്ഫോം ഒരു ബ്രിഡ്ജ് കവർ ചെയ്ത് പോകാനുള്ള ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിലപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിനിൻ്റെ ഒപ്പം ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൽ പോളിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്യേണ്ട. ഒരു പോളിനെ കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു ആളെ കടന്നു പോകാൻ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ അതിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാറ്റ്ഫോം ബ്രിഡ്ജ് അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ മാത്രമാണ് ആ ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രെയിൻ ഉണ്ട്. അത് പോളിനെ കവർ ചെയ്ത് പോകാനുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു പോള് ഇതൊരു ട്രെയിൻ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പോള് ഈ ട്രെയിൻ കടന്നു പോകണം, ഈ പോളിനെ ഈ ട്രെയിൻ കടന്നു പോകണം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ 26 സെക്കൻഡിലാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ സ്പീഡും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കിട്ടും ട്രെയിൻ. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് വിൽ ബി സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 72 km/h ആണെന്ന്. അപ്പോൾ 72 km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5 ഡിവൈഡഡ് ബൈ 18 ആണ് ചെയ്യേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പിന്നെ ടൈം ടേക്കൺ 26 സെക്കൻഡ്. ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ടൈം തന്നേക്കുന്നത് സെക്കൻഡ്സിലാണ്. അപ്പോൾ 2 യൂണിറ്റും സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും 20 കിട്ടും. ഇപ്പോൾ 20 × 26 520 മീറ്റർ. അതാണ് ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത്. ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ലെങ്ത് ഓഫ് ട്രെയിൻ. അപ്പോൾ ഇതിലത്രേ ഉള്ളൂ. ലെങ്ത് ഓഫ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് സ്പീഡ് ഇൻറ്റു ടൈം. km/h തന്നേക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം, ഇൻറ്റു ടൈം ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. സോ ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ചിലർ പറഞ്ഞിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരണം എന്ന്, ആൻസേഴ്സ് തരാണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം തരണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.